ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഇപ്പോൾ അജ്മാലിൽ നമ്മളൊരു മന്തിൻ്റെ ഷോപ്പിന് മുമ്പിലുള്ളത്. നമ്മുടെ നാട്ടുകാരൻ്റെ മന്തിൻ്റെ ഷോപ്പായി. ജസ്റ്റ് നമ്മൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് മന്തി ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ട്. അതെ, ഈ മന്തി ഷോപ്പിന് ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുക്കറിലാണ് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ കുഴിമന്തിയല്ല കേട്ടെ, അപ്പോൾ കുക്കർ മന്തി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് എല്ലാവരും ഉണ്ട്, സൗദിയിലെല്ലാം ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നതിന്. മന്തി ഒരു പ്രാവശ്യം പണ്ട് കഴിച്ചിട്ടുണ്ട്, അത് കുഴിമന്തിയാണ്. ഇതൊന്ന് കുക്കർ മന്തി എങ്ങനെയാണെന്ന് നോക്കട്ടെ. കുക്കർ മന്തിൻ്റെ ഈ പീടികയിൽ ഇത് മലയാളീൻ്റെ ഷോപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് സംഭവം, എങ്ങനെയാണ് കുക്കറിൽ മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഷോപ്പ്. ഞാൻ കാണിച്ചു തരാം. അൽ ഖാത്തിം, ഇതാണ് ആ ഷോപ്പ്. അൽ ഖാത്തിം റെസ്റ്റോറൻറ്റ്. ഇതൊരു മലയാളീൻ്റെ റെസ്റ്റോറൻറ്റാണ്. ഇവിടുത്തെ മെയിൻ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നില്ല, അതായത് കുക്കറിലാണ് ഇവിടെ മന്തി ഇടാം. ജസ്റ്റ് ഉള്ളിൽ കയറുക കടേൻ്റെ. കൗണ്ടറിലിരുന്ന് അസ്സലാമു അലൈക്കും ഇക്ക, എന്തല്ല വിശേഷം? സുഖം തന്നെ. ഞാൻ നിങ്ങളെ ഈ മന്തിൻ്റെ ഇത് കണ്ടിട്ട് വന്ന കേട്ടാ. ഇതാണ് സംഭവം എന്നാ ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നത്? എന്തത്? മദ്ഗൂത്താ? ശരി, ഇത് മന്തി പട്ടയല്ലേ? ആ, ഇത് യു എയിൽ അങ്ങനെ എല്ലാവരും എല്ലാം മറ്റുള്ള സ്ഥലത്തൊന്നും ഇല്ലേ? ഖത്തർ മെയിൻ അല്ലേ? ഇവിടെ അങ്ങനെയൊന്നും ഇല്ല വേറെ സ്ഥലത്ത്? ആ, അപ്പോൾ അതൊന്നും എനിക്കൊന്ന് ഉണ്ടാക്കുന്നത് കാണിച്ചു തരും നിങ്ങൾ? നിങ്ങളുടെ സ്ഥലം നാട്ടിൽ? ആ, വടകര വില്യാപ്പള്ളി. നിങ്ങൾ പേരെന്തേനും? ഇസ്മായിൽ. അപ്പോൾ ഇസ്മായിൽ, ഞാൻ നിങ്ങൾ മന്തി ഉണ്ടാക്കുന്നൊന്ന് കാണട്ടെ, എങ്ങനെയുണ്ട് കാണിക്കട്ടെ, എങ്ങനെയുണ്ട്. നമുക്ക് ഞാൻ ഇത് വെറൈറ്റി ആണെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, കാണാം. മന്തിയിൽ വെറൈറ്റി. ആ, നമുക്ക് കാണാം. ആ ആ, മദ്ഹൂത്ത് അല്ലേ? ആ, നല്ല അഫോർഡബിൾ പ്രൈസും ആണല്ലേ? ആ, അത്രേ ഉള്ളൂ അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമുക്കൊന്ന് കാണാം അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇവരെ ഇതിൻ്റെ അകത്ത് കയറ്റി നമുക്ക് മന്തി ഉണ്ടാക്കുന്ന നോക്കാം. ആ, ഷോപ്പിൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ സിസ്റ്റം കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ആ അത് ശരി. ആ ഹാ ഹാ ഹാ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കാണാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. കുക്കർ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ, ഇതാണ് സംഭവം അല്ലേ? അത് ശരി, ഇതിൻ്റെ മെയിൻ ഷെഫാണിത്. ഇതല്ലേ നിങ്ങളുടെ സ്ഥലം നാട്ടിൽ? കാലിക്കറ്റാടാ? എലത്തൂരാ? അത് ശരി, എലത്തൂർ. പേരുന്നേനു? അനൂപ് അല്ലേ? ആ, അനൂപ്. എലത്തൂരിലുള്ള അനൂപാണ് ഇതിൻ്റെ മെയിൻ ഷെഫ്. അപ്പോൾ ഇത് കണ്ട, ഇതാണ് സംഭവം. ഈ കുക്കറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് പേരെന്നോട് പറഞ്ഞു കേട്ടാ, മദ്ഹൂത്ത്. ഇതിൻ്റെ തരി അങ്ങ് കൊണ്ടിടും അല്ലേ? ഇതുണ്ട, കുക്കർ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓർഡറിനനുസരിച്ചിട്ട് മൂപ്പർ ഇങ്ങനെ ഉണ്ടാക്കും. ആ, അത് ശരി. ആ ഹാ 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 ഹാ. ആ ആ, മട്ടൻ ചിക്കൻ. ആ ഹാ ഹാ ഹാ. ആ ഹാ ഹാ ഹാ, അത് ശരി. അത് ശരി. ആ ആ, ഇതിപ്പോൾ അൽഫാം വെച്ചിട്ടും മറ്റുള്ള ഇങ്ങനെ വെച്ചിട്ട് കിട്ടും അല്ലേ? അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ അകത്തുള്ള റെസിപ്പി എല്ലാം അവരിട്ട്, അത് സീക്രട്ട് റെസിപ്പി, അത് പറയൂല. ഇനിയിപ്പോൾ അടുത്ത ഈ മൂടി ഇട്ട് ഇങ്ങനെ അടക്കും. ഇല്ല, ഇനി ഒരു 20 മിനിറ്റ് വേണം അല്ലേ? 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ വിസിൽ വരും. എന്താ സംഭവം? ഏത്? ആ ശരി, ലോഡാണ് തീ. ഒരു 20 മിനിറ്റ് കൊണ്ട് പോകും. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് നോക്കാം, അത് തുറന്നിട്ട് കേട്ടാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ കുക്കറിൽ ഈ സാധനം ഉണ്ടാക്കുന്നത്, മന്തി. നമ്മൾ കേട്ടാ ഇത് കണ്ടോ, ജസ്റ്റ് എടുക്കുന്നുണ്ടോളെ.
ഇതാണ് മക്കളെ മന്തി, ഇതാണ് മക്കളെ മന്തി. ഒരു മിനിറ്റടാ, ഇതാണ് മക്കളെ മന്തി. കയറി പോകുന്നുണ്ട് എൻ്റെ പൊന്നെ, കാഴ്ച കളിയടാ, സൂപ്പർ. ഇതാണ് മക്കളെ മന്തിച്ചോറ്. ഇതാണ്. വാ എന്താ പൊന്നെ, കാണും എന്താ സ്മെല്ലെന്നറിയാം. സൂപ്പർ സ്മെല്ല് തന്നെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെർവ് ചെയ്യല്ല. അത് ശരി. 20 മിനിറ്റോളം വേവിക്കും അല്ലേ ഇത്? 20 മിനിറ്റ് കുറച്ച് വെള്ളത്തിലല്ല. പിന്നെ അതിൻ്റെ നിങ്ങളെ സീക്രട്ട് റെസിപ്പിയും റൈസിനാണ്. പിന്നെ നിങ്ങളെ സീക്രട്ട് റെസിപ്പിയും അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെയാണ് കൊടുക്കുക, കസ്റ്റമർ സെർവ് ചെയ്യല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം കേട്ടോ. ഓർഡർ നമ്മളിത് കഴിച്ചു നോക്കട്ടെ. നമ്മൾ ഇതെല്ലാം ഓർഡർ ചെയ്ത്, നമ്മൾ വേറെ ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പം ഇതാണ് സംഭവം. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴുള്ളൊരു ഇതിൻ്റെ അകത്ത് ഇതാണ് സംഭവം. ഇനി ഇത് നേരെ, ഇതിൻ്റെ പേരെന്നാ? അമ്പറ. അത് ശരി. അങ്ങനെ ഓരോന്നിനോരോ പേരും. ഇത് അമ്പർ റെഡ്, അത് അമ്പർ വൈറ്റ്. അത് ശരി. വെറൈറ്റി ആണ്. ഇതിൻ്റെ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള പ്രത്യേകം പറയാനില്ല. ഇത് നേരെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് അത് സെർവ് ചെയ്യും. അപ്പം സെറ്റ്. ഇതാണ് ആ സാധനം. ഓഹോ, അടിപൊളി മട്ടൻ സൂപ്പ്. അതേപോലെ തന്നെ നമ്മുടെ സാധനം വന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ചട്നി. ഇതാണ് ചട്നി. എന്താ ഇതിൻ്റെ ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇതിൻ്റെ ചട്നീൻ്റെ. എന്നിട്ട് നമുക്ക് ചോറ് തുറക്കാം. അടിപൊളി കേട്ടോ. വേറൊന്നും കൂടി വന്നിട്ടുണ്ട്. ഇത് തൈരാണ്, തൈര്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതാണ് ചാർക്കോൾ മധുഹൂദ്. അപ്പോൾ രണ്ട് കഴിക്കേണ്ട ഇഷ്ടം പോലെ സാധനമുണ്ട്. എന്താ പറയുക, അടിപൊളി. ചോറ് 1.5 ചോറ് ജസ്റ്റ് നോക്കി. ചോറിൻ്റെ ലേശം ഒന്ന് തിന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ഈ സാധനം കൂടി ചേർക്കട്ടെ. ചോറും അടിപൊളി കേട്ടോ. തമാശ പറഞ്ഞില്ല, വേറെ ടേസ്റ്റ്. നമുക്ക് പൊളിച്ചു കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ. വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആരാലും. ഓക്കെ, കഴിക്കട്ടെ എന്നിട്ട് പറയാം. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. അടിപൊളി കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഷോപ്പ് വന്നിട്ട് നമ്മൾ അജ്മാൻ ചൈന മാളാണ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. എന്താണ് അജ്മാൻ ചൈന മാളാണ്. അതിൻ്റെ അടുത്ത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ അടുത്ത് അൽ ഖത്തീം റെസ്റ്റോറൻറ്റ്. അഫോർഡബിൾ പ്രൈസ് കേട്ടോ, അധികം പ്രൈസൊന്നുമില്ല. 2 പേർക്ക് നല്ല കിഡിലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് വേണമെങ്കിൽ കഴിക്കാം. നല്ല വയറ് ഫുള്ളായിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്നോ ഈ അൽ ഖത്തീം റെസ്റ്റോറൻറ്റിലേക്ക് മധുഹൂദ് കഴിക്കാൻ. ആ കുക്കറിൽ വേവിക്കുന്ന മധുഹൂദ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. വെറൈറ്റി ഫുഡ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.